നമ്മളിൽ അധികം പേർക്ക് പരിചയമില്ലാത്തതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണൻ സ്വയം പ്രതിഷ്ഠിച്ച യോഗമായ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ശ്രീകൃഷ്ണന്റെ ജനനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇത് വെറും കെട്ടുകഥകളല്ല. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവേത് സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നൊരു അപേക്ഷയും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലേക്ക് പോവാം. ഇനി നമുക്ക് യോഗമായ ദേവി ആരാണെന്നും കൂടി അറിയേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അഷ്ടമി രോഹിണിക്ക് രാത്രി കാവൽക്കാരെല്ലാം ഉറങ്ങുമ്പോൾ വാസുദേവൻ കൃഷ്ണനെയും എടുത്ത് യമുന നദി കടന്ന് മധുരയിൽ നിന്നും ഗോകുലത്തിലെത്തി. യശോദമ്മയുടെ അടുത്ത് കൃഷ്ണനെ കിടത്തി യശോദയുടെ മകളെ കൊണ്ടുവന്ന് ദേവികയ്ക്കരികിൽ കിടത്തി. 8ാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും കംസൻ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കാലിൽ പിടിച്ച് കല്ലിലടിക്കാൻ ശ്രമിച്ചു. ആ കുട്ടി വായുവിൽ ഉയർന്ന് തന്റെ ദിവ്യ രൂപം കാണിച്ച് കംസനെ കൊല്ലാനുള്ള കുട്ടി ജനിച്ച വിവരം പറഞ്ഞ് അപ്രത്യക്ഷയായി. അപ്പൊ ഇതുവരെയുള്ള കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. അപ്പോ സാക്ഷാൽ യോഗമായയാണ് ആ പെൺകുഞ്ഞായി ജനിച്ചത്. ആ ദേവിയുടെ പ്രതിഷ്ഠ കൃഷ്ണൻ സ്വയം ചെയ്ത ക്ഷേത്രമാണ് യോഗമായ മന്ദിർ. ഡൽഹിയിലെ മെഹ്റോളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുത്തുബ് മിനാർ എല്ലാവരും അറിയുന്ന ഒരു സ്മാരകമാണ്. എന്നാൽ ഡൽഹിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു എന്ന് പലർക്കും അറിയില്ല. ഡൽഹിയുടെ പുരാതനമായ പേര് യോഗിനിപുര എന്നായിരുന്നു. പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ 8 യോഗിനി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനാലാണ് യോഗിനിപുര എന്ന് പേര് വരാൻ കാരണം. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇവിടം തോമർ രാജവംശത്തിലെ അനംഗപാൽ എന്ന രാജാവിന്റെ അധീനതയിലായി. അദ്ദേഹം ഈ സ്ഥലത്തെ വലിയൊരു കോട്ടമതിൽ കെട്ടി ഒരു നഗരമാക്കി വികസിപ്പിച്ചു. ഇതാണ് ചരിത്രത്തിൽ ആദ്യത്തെ ചെങ്കോട്ട. ലാൽകോട്ട് എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട എന്നാണ് അർത്ഥം. അദ്ദേഹം തന്നെയാണ് ഈ നഗരത്തിന് ദഹേലി എന്ന് പേര് നൽകിയത്. പിന്നീട് മുഹമ്മദ് ഗോറിയുടെ ആക്രമണത്തിൽ ഈ സ്ഥലം നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്ത് ഇവിടെ ഒരു ശവപ്പറമ്പാക്കി മാറ്റും ചെയ്തു. ഈ കോട്ടമതിലിനധികം ദൂരെയില്ലാതെയാണ് യോഗമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല പ്രാവശ്യം തകർക്കപ്പെട്ട ഈ ക്ഷേത്രം എല്ലാ പ്രാവശ്യവും പുനർനിർമ്മിക്കപ്പെട്ടു. ഔറംഗസീബിന്റെ കാലത്തും ഇതിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായി. 200-ലധികം ക്ഷേത്രങ്ങളെ തകർത്ത സ്ഥലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഒരു വീഡിയോ വിശദമായി തന്നെ ചെയ്യുന്നുണ്ട്. റോഡിന് സമീപത്ത് തന്നെയാണ് ക്ഷേത്ര കവാടം. 5 മിനിറ്റ് നടന്നാൽ ക്ഷേത്രത്തിലെത്താം. കൃഷ്ണൻ പ്രതിഷ്ഠിച്ച ഈ സ്ഥലത്ത് പാണ്ഡവരാണ് ആദ്യമായിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. കാലപ്പഴക്കത്തിൽ തകർച്ചകൾ നേരിട്ട ക്ഷേത്രത്തെ അനംഗപാൽ, വിക്രമാദിത്യ ഹെമു തുടങ്ങി അനേകം രാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. മുസ്ലിം അധിനിവേശത്തിൽ തകർക്കപ്പെടാതെ ഇന്ന് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇവിടെ ഇതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ പരിപാലനം പുരാതന കാലം മുതൽ നടത്തുന്നത് ഒരു കുടുംബമാണ്. 200-ലധികം അംഗങ്ങളുള്ള ആ കുടുംബ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം നടത്തുന്നത്. പണ്ട് കാടായിരുന്നു ഇവിടെ. ഈ ക്ഷേത്രത്തിന് ചുറ്റും നിറയെ വീടുകളാണ്. ക്ഷേത്രത്തിന് മുമ്പിലായി ഇങ്ങനെ ഒരു മണ്ഡപം കാണാം. 2 ദ്വാരപാലകരും ഇതിലുണ്ട്. മണ്ഡപത്തിന്റെ മുകളിൽ ചിത്രപ്പണികളോട് കൂടിയ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. പ്രധാന വാതിൽ കിടന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ആ വാതിലിന്റെ മുകളിൽ നമുക്ക് കുറെ സർപ്പങ്ങളുടെ രൂപം കൊത്തിവെച്ചിരിക്കണ കാണാം. അതുമാതിരി ക്ഷേത്ര മതിലിന്റെ മുകളിലും ഉള്ളിലൊക്കെ ആയിട്ട് നിറയെ ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സമീപകാലത്ത്
നടത്തി വരുന്ന മാറ്റങ്ങളാണ്. മുകളിലൊക്കെ നിറയെ മണികൾ തൂക്കിയിട്ടിരിക്കണതാണ്. ഇതൊക്കെ ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്കറിയില്ലായിരുന്നു, ചിലപ്പോൾ വീഡിയോഗ്രാഫി അനുവദനീയമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ട്രസ്റ്റിന്റെ ഒരു അംഗത്തിനെ നമ്മളിവിടെ കണ്ടു പരിചയപ്പെട്ടു. അദ്ദേഹത്തിനോട് ഞങ്ങൾ അനുമതി വാങ്ങിയിട്ടാണ് ചിത്രീകരണം നടത്തുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ കുഴിയിലാണ് കൃഷ്ണൻ സ്ഥാപിച്ച ശില. അതിന് മുകളിലാണ് ഈ പട്ടൊക്കെ ചാർത്തി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള മുഖം. യോഗമായയുടെ ശിരസാണ് ഇവിടെ പൂജിക്കപ്പെടുന്നത്. ഇവിടെ ശിരസാണ് പൂജിക്കപ്പെടുന്നതെങ്കിൽ ശരീരം വിന്ധ്യാചലത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നോർത്തിലെ ഒട്ടുമിക്ക അമ്പലങ്ങളിലെയും പോലെ ഇവിടെയും ഭക്തജനങ്ങൾക്ക് സ്വയം പൂജ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയും യോഗമായ ദേവിയുടെ അടുത്തിരുന്ന് പൂജ ചെയ്യാനാണ് 2 വാതിലുണ്ട്. ഒരു വാതിൽ കൂടെ അകത്ത് കിടക്കാനും പിന്നെ പ്രദക്ഷിണം വെച്ച് ഒരു വാതിൽ കൂടെ പുറത്ത് കിടക്കാനും. ചെറിയ ശ്രീകോവിലാണ്. എന്നിരുന്നാലും ഞങ്ങൾ അകത്ത് കയറി അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ട്രസ്റ്റിന്റെ ഞങ്ങൾ പരിചയപ്പെട്ട അദ്ദേഹം തന്നെ പൂജാരിയോട് യോഗമായ ദേവിയെ പറ്റിയിട്ടും ആ പ്രതിഷ്ഠയെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അതിനനുസരിച്ച് പൂജാരി വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾക്കും പുതിയൊരു അറിവായിരുന്നു യോഗമായ ദേവി എന്ന് പറഞ്ഞാൽ. അധികം അറിയാത്തൊരു പ്രതിഷ്ഠയാണല്ലോ. ആ പ്രതിഷ്ഠയ്ക്ക് മുകളിലായിട്ട് വെള്ളി കൊണ്ടുള്ള കുറെ അലങ്കാരങ്ങൾ, വസ്തുക്കൾ കാണാം. ഇതൊക്കെ 11ാം നൂറ്റാണ്ടിലെയാണെന്നാണ് പറയണത്. 1827 പുനർനിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന് മാറ്റം വരുത്തിയാണ് ഇന്നീ കാണുന്ന തരത്തിൽ മാർബിൾ കൊണ്ടും ഒക്കെ നവീകരിച്ചിരിക്കുന്നത്. മേൽക്കൂരയ്ക്ക് മുകളിലായിട്ട് ചുറ്റും ദേവിയുടെ പല അവതാരങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം നമുക്ക്. കൂടാതെ നിറയെ ഗ്ലാസ് വർക്കുകളും നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കിടന്നു. പുറത്ത് കിടക്കുമ്പോൾ തന്നെ ഗണപതി പ്രതിഷ്ഠയുണ്ട്, പിന്നെ വേറെയും ശിവപ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ജലം കൊണ്ടുള്ള അഭിഷേകമൊക്കെ ചെയ്യാൻ അവിടെ ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിരുന്ന് സ്വയം അഭിഷേകമൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനും വെള്ളമെടുത്ത് ശിവന് അഭിഷേകം ചെയ്യാണ്. പിന്നെ ഇവിടെ കാണുന്ന പഴങ്ങളും അതുമാതിരി പൂക്കളും ഒക്കെ ഭക്തര് കൊണ്ടുവന്ന് നേരിട്ട് പൂജ ചെയ്യുന്നതാണ്. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കൂടാതെ ശിവന്റെ പാർവതി മാർബിളില് ഒരു പ്രതിഷ്ഠയും നമുക്ക് കാണാം. ഇവിടെ മേൽക്കൂരയിൽ സർപ്പങ്ങളുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് കൊത്തിവെച്ചിട്ടുണ്ട്. ചുറ്റും പ്രധാന പ്രതിഷ്ഠയെ കൂടാതെ വേറെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. ദേവീദേവന്മാരുടെയും അതെല്ലാ അമ്പലങ്ങളിലും കാണുന്ന മാതിരി തന്നെ ശിവപാർവതിമാരുണ്ട്, കൃഷ്ണനും രാധയുണ്ട്, ലക്ഷ്മി നാരായണനുണ്ട്, അതുമാതിരി രാമൻ, സീത, ലക്ഷ്മണൻ, അങ്ങനെ പല പല മൂർത്തികൾ നമുക്ക് കാണാം. ഗണപതി പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഇത് യോഗമായ ദേവി. അവിടെ ഉള്ളിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഇവിടെ ഒരു ഫോട്ടോ. ഇതാണ് ശരിക്കുള്ള, അതായത് പണ്ട് പ്രതിഷ്ഠ ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ചെന്ന് പറയണ ആ ഒരു പ്രതിഷ്ഠ. അതിൻ്റെ മുകളിൽ ഭക്തജനങ്ങൾ പൊട്ടും വളയും ഒക്കെ ചാർത്തുകയാണ് ദേവിക്ക്. ഹനുമാൻ പ്രതിഷ്ഠയാണ്. അടുത്തൊരു ഹനുമാൻ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരമായ കൽക്കിയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണാം.
പ്രതിഷ്ഠയ്ക്ക് അടുത്തായിട്ട് തന്നെ ഒരു ബോർഡിൽ മഹാമന്ത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുമാതിരി കൽക്കിയുടെ ആരതിയും എഴുതി വെച്ചിട്ടുണ്ട്. കൽക്കിയുടെ പ്രതിഷ്ഠ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാർ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അടുത്ത് നിന്നിട്ട്. ശിവന്റെ ഭൈരവരൂപമാണ് നമ്മൾ ഈ കാണുന്നത്. കൂടാതെ ഹനുമാൻ പ്രതിഷ്ഠയും, ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് അടുത്തായിട്ട് തന്നെ ഹനുമാൻ ചാലിസ, ഹനുമാൻ ആരത്തി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാ അമ്പലങ്ങളിലും ഹനുമാന്റെ അമ്പലത്തിലൊക്കെ പ്രധാനമാണ് ഹനുമാൻ ചാലിസ വായിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.